നമസ്കാരം. ശിവാനന്ദലഹരിയിലെ 87-ാമത്തെ ശ്ലോകം. അശനം ഗരളം ഫണീ കലാപോ വസനം ചർമ്മച വാഹനം മഹോക്ഷഃ മമ ദാസ്യസി കിം കിമസ്തി ശംഭോ തവ പാദാംബുജ ഭക്തിമേവ ദേഹി. ശംഭോ മംഗളസ്വരൂപിണേ, തവ അശനം അങ്ങയുടെ ഭക്ഷണം, ഗരളം കാളകൂട വിഷമാണ്, കലാപഹ ഭണി അതായത് തിരുവാഭരണം എന്ന് പറയുന്നത് പാമ്പാണ്, വസനം ചർമ്മച്ച ഉടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പുടവ എന്ന് പറയുന്നത് തോലാണ്, മൃഗത്തിൻ്റെ തോലാണ്, വാഹനം മഹോക്ഷഃ വാഹനം കാളയുമാകുന്നു, മമ കിം ദാസ്യസി എനിക്ക് എന്തൊന്നാണ് തരിക, തവ കിം അസ്തി അങ്ങയുടെ വശം എന്തൊന്നാണുള്ളത്, പാദാംഭോജ ഭക്തി ഏവ ദേഹി തൃപ്പാദാരവിന്ദ ഭക്തിയെ മാത്രം തന്നേക്കൂ. ഇവിടെ ഭക്തൻ തൻ്റെ പ്രഭുവായ സദാശിവനോട് കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെടാനായി തയ്യാറായിരിക്കുകയാണ്. എന്നാൽ എല്ലാം ഒന്ന് ഒത്തു നോക്കിയപ്പോൾ ആവശ്യമുള്ളത് ചോദിച്ച ശേഷം തൻ്റെ പ്രഭുവിന് അത് തരാൻ സാധിക്കാത്ത സന്ദർഭമാണ് ഉള്ളതെങ്കിൽ രണ്ടു കൂട്ടർക്കും വിഷമമാകും. ഒരാൾക്ക് കിട്ടാത്ത വിഷമവും മറ്റേയാൾക്ക് കൊടുക്കാത്ത വിഷമവും. ഒരു ഭക്തൻ്റെ മനസ്സ് അങ്ങനെയാണ്. ഏതൊരു ജീവിക്കും അത്യാവശ്യമായത് ഭക്ഷണമാണ്. ആ ഭക്ഷണം ചോദിക്കാൻ വിചാരിച്ചിട്ടും കാര്യമില്ല. കാരണം തൻ്റെ പ്രഭുവിൻ്റെ കയ്യിലുള്ളത് കാളകൂട വിഷമാണ്. അണിയാനായിട്ട് ആഭരണം ചോദിച്ചാലോ, പാമ്പുകളെയാണ് തൻ്റെ പ്രഭു ആഭരണങ്ങളാക്കി വച്ചിരിക്കുന്നത്. വസ്ത്രം ചോദിച്ചാലോ, ആനത്തോലാണ് ധരിച്ചിരിക്കുന്നത്. വേണ്ട, ഇനി ഒരു വാഹനം ചോദിച്ചാലോ, ഉള്ളത് കാളയാണ്. അതിനാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ ആവശ്യങ്ങൾ ചോദിക്കുന്നത് അബദ്ധമാണ്. അതുകൊണ്ട് അധികം ആരും ചോദിക്കാത്തതും എനിക്ക് ആവശ്യമായതും ഭഗവാന്റെ ചരണാരവിന്ദത്തിലുള്ള ഭക്തിയാണ്. അപ്പോൾ അത് ചോദിച്ചേക്കാം, അതെനിക്ക് തീർച്ചയായും കിട്ടും. ഇതാണ് ഭക്തൻ്റെ ഒരു ഉറപ്പ്. അപ്പോൾ ഭഗവാൻ ഇതൊന്നും തരാനുള്ള പിശുക്കല്ല. ഇങ്ങനെയാണ് ഭക്തൻ ഭഗവാനെക്കുറിച്ച് സങ്കല്പിച്ചു വച്ചിരിക്കുന്നത്. അതൊരു ദാസ്യഭക്തി എന്നൊക്കെ പറയാം. ആ ഒരു ഞാൻ അവിടുത്തെ ദാസനായിട്ട് നിന്നോളാം എന്നുള്ളൊരു ഭാവത്തിലുള്ള ഭക്തിയാണിത്. ഏത് വിധമായാലും ഭഗവാനോട് യാചിക്കേണ്ടത് ഭക്തി മാത്രമാണ്. ഒരിക്കലും അത് വിഷയഭക്തിയാവരുത്. എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഭക്തി എന്ന് തെറ്റിദ്ധരിക്കരുത്. അതൊരിക്കലും ഭക്തിയല്ല. ഭക്തിക്ക് നാരദീയ ഭക്തിസൂത്രമായാലും ഭഗവത്ഗീത ഭക്തിയോഗത്തിലായാലും അതുപോലെ ഭാഗവതത്തിലായാലും ഭക്തിക്ക് ഒരേ ഒരു നിർവചനമേ ഉള്ളൂ. പരമ പ്രേമ ലക്ഷണം തന്നെയാണ് ഭക്തി.